Hello friends, welcome to the channel. We will talk about South Indian Bank savings account feature. You will know e-lock feature South Indian Bank actually launched. This is actually normal account actually feature best of the security feature. We savings account app e-lock electronic lock transaction debit card കളഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് കളഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ നെറ്റ് ബാങ്കിങ് പോയി കഴിഞ്ഞാൽ പണിയാണ് നമുക്ക് അവർക്ക് വേണമെങ്കിൽ കയറിയിട്ട് ഈ ലോക്കിങ് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഇല്ല. നമുക്ക് ആക്ച്വലി ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷൻ നടക്കില്ല. അതായത് നമ്മുടെ എന്താ പറയുക UPI നടക്കില്ല, നമ്മുടെ ATM കാർഡ് ട്രാൻസാക്ഷൻ നടക്കില്ല, അക്കൗണ്ട് ട്രാൻസ്ഫർ നടക്കില്ല. അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും ചെയ്യട്ടാ. അപ്പോൾ ഈ ഫീച്ചർ നിങ്ങളുടെ നമ്മുടെ 𝘂𝗵𝗵𝗏 എന്ന ആപ്പിൽ നിങ്ങൾക്ക് മൊബൈൽ ബാങ്കിങ് ആപ്പിൽ നമുക്ക് ഇത് എനേബിൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഞാൻ ഇത് കാണിച്ചാൽ എങ്ങനെയാണ്, ഈസിയാണ്, ചുമ്മാ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഫീച്ചർ എനേബിൾ എനിക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് സെക്ഷനിൽ പോയാൽ മതി. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഫീച്ചർ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ അക്കൗണ്ടിലും ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫീച്ചർ വേണമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ HDFC ബാങ്കിനും അങ്ങനത്തെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ടിനും അതിനൊക്കെ ആക്ച്വലി ഈ സംഭവം വേണമായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ ഡെബിറ്റ് കാർഡൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ UPI ഡീറ്റെയിൽസ് ലീക്ക് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്കൊരു പ്രൈമറി അക്കൗണ്ടായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിന്. എന്താ വെച്ചാൽ ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് കേട്ടോ, നമ്മൾ പ്രൊമോഷൻ ഒന്നല്ല എടുത്ത് പറയുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ SIB ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൺ കാർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ കിട്ടിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചർ ഞാൻ നമ്മുടെ മൊബൈലിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് വലിയ സംഭവമൊന്നുമല്ല, ഈസിയാണ്. ജസ്റ്റ് എന്തായാലും അറിയാത്തവർക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മൊബൈലിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിലെ പേജ് നമ്മൾ Amazon തുടങ്ങിയാണ്. ചെക്ക് കൊടുത്താൽ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 𝘂𝗵𝗵𝗏 ഓപ്പൺ ചെയ്യാം. അപ്പോൾ 𝘂𝗵𝗵𝗏 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് ഇങ്ങനെ വരും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഞാൻ ജസ്റ്റ് ഒന്നത് നമ്മുടെ ഫേസ് ID കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്നത് ബ്ലർ ചെയ്യട്ടെ. അതിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഓൾറെഡി ഡിസബിൾഡ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ലോക്ക് എന്ന് കാണാനുണ്ടോ, ഈ ലോക്ക് ഡിസേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാലും അക്കൗണ്ട്, ഭീം UPI, ഈ ലോക്ക്, ക്രെഡിറ്റ് കാർഡ്, ഡെപ്പോസിറ്റ്സ്, ട്രാൻസാക്ഷൻ, മ്യൂച്വൽ ഫണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഈ ലോക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് നമ്പർ വരും, ബ്ലോക്ക് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ കണ്ടു, അതുപോലെ തന്നെ ഡെയിലി അലൗഡ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ. ഈ രണ്ടും നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് മാത്രം ബ്ലോക്ക് ചെയ്തിരിക്കും നല്ലത്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോർമലി ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കണ്ടു, ഇത്രേ ഉള്ളൂ, സക്സസ് ആയി. അപ്പോൾ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ സംഭവം വരും, ഒരു റെഡ് കളർ വരും. അപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് ഇതെല്ലാം ബ്ലോക്ക് ഔട്ടാണ്. പിന്നെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ഡെബിറ്റ് കാർഡോ UPI സംഭവങ്ങളൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ബാക്കിയെല്ലാം ശരിയാക്കിയിട്ട് പിന്നെ മാറ്റിയാൽ മതിയിട്ടാണ്. അപ്പോൾ ഈ സംഭവം നിങ്ങളൊരു SIB യൂസർ ആണെങ്കിൽ നിങ്ങൾ നോക്കാൻ മറക്കണ്ട. 𝘂𝗵𝗵𝗏 ആപ്പിൽ പോയിട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ SIB നെറ്റ് ബാങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ മൊബൈൽ ബാങ്കിങ്ങിനാണല്ലോ നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ ലോക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളപ്പോൾ ലോക്ക് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ ഡിസേബിൾ ചെയ്യാം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ട, വേറെ ഒന്നും ഇല്ലാണ്ടോ, ലോക്ക് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചൊന്ന് ലോക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗ്രീൻ ആവും, ബ്ലാക്ക് ആവും, റെഡ് ആവും കേട്ടോ ലോക്കിങ് സംഭവം അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് മെസ്സേജും കാര്യങ്ങൾ വരും കേട്ടോ. അക്കൗണ്ട് നമ്പർ എനേബിൾഡ് ഫോർ ATM, നേരത്തെ നമ്മൾ എനേബിൾ ചെയ്തപ്പോൾ വന്ന മെസ്സേജാണ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് ട്രാൻസാക്ഷൻ, അതിപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.